ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ് ഈ ഞായറാഴ്ച നമ്മൾ ആത്മവിചിന്തനം നടത്തുന്നത്. പ്രാർത്ഥനാപൂർവം ദൈവം നമുക്ക് നൽകിയ വചനത്തിൻ്റെ പൊരുളുകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മളിവിടെ കാണുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടാൻ എളിമപ്പെട്ട് ചെറുതായി പ്രാർത്ഥിക്കാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. താൻ പോരിമയുടെയും അഹങ്കാരത്തിൻ്റെയും മേഖലകൾ മാറ്റിവെച്ച് കർത്താവേ, ഞാൻ ഒന്നുമല്ലേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവൻ്റെ പാദാന്തികത്തിൽ അഭയം തേടാൻ, അവൻ്റെ കരുണയ്ക്ക് മുമ്പിൽ കരഞ്ഞപേക്ഷിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം അന്വർത്ഥമായിട്ട് മാറുക. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണല്ലോ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതെൻ്റെ അവകാശമല്ല, ഞാൻ വില കൊടുത്തു വാങ്ങുന്നതല്ല, ദൈവത്തിൻ്റെ ദാനം. ഈ ദാനം എൻ്റെ സ്വന്തമാണ്. അത് സ്വീകരിക്കാൻ എത്രമാത്രം എളിമപ്പെടണമെന്ന് കാനാൻകാരി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യാവകാശ ധ്വംസനം എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ ഈ സംഭവം. ഈശോയുടെ അടുക്കൽ കാനാൻകാരിയായ സ്ത്രീ വന്ന് കർത്താവേ, ദാവീദിന്റെ പുത്രാ, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു തമ്പുരാൻ, താൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ സമൂഹത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഈശോ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം ആരുടെയും മുമ്പിൽ പൊട്ടിയടയ്ക്കപ്പെടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാനാൻകാരി. അവള് ഈശോയുടെ നീതിബോധത്തിന് മുമ്പിൽ കൊടിപിടിക്കുകയോ എനിക്ക് കിട്ടാത്ത അവകാശങ്ങളെ കുറിച്ച് സമരം ചെയ്യുകയോ അല്ല ചെയ്യുക. അവള് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിന് അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ എളിമപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല എന്ന് ഈശോ പറഞ്ഞപ്പോൾ ആ വാക്കിൽ സ്ഫുരിക്കുന്ന ഒരു അവഗണനയുടെയും പരിഹാസത്തിൻ്റെയും ഭാഷയുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവളുടെ മുഖത്ത് നോക്കി നിനക്കൊന്നും തരാനില്ലടി പട്ടി എന്ന് പറയുന്ന ഒരു മനോഭാവം സംസാരത്തിൽ, വൈകാരിക പ്രകടനത്തിൽ, ശരീരഭാഷയിൽ ഈശോ ദ്യോതിപ്പിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അമർഷമോ വെറുപ്പോ വൈരാഗ്യമോ ഒക്കെ തോന്നാൻ സാധ്യത നിലനിൽക്കുമ്പോൾ കാനാൻകാരി സ്ത്രീ ചെയ്യുന്നത് എന്താ? അവൾ പറയുന്നത്, കർത്താവേ, നായ്ക്കളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ എന്നാണ്. ദൈവമേ അവളെ ഒരു നായോട് ഉപമിക്കുമ്പോൾ, ഞാൻ നായല്ല സിംഹമാണ് എന്ന് പറയാനുള്ള വാദഗതികളല്ല അവൾ ഉന്നയിക്കുന്നത്. ആ നായയുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയും രക്ഷ ആഗ്രഹിക്കുന്ന എളിമപ്പെടലിൻ്റെ വാക്കുകൾ അവൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീണ്ട നാഴികകൾ ഈശോയുടെ പിന്നാലെ നടന്നവൾ കരഞ്ഞു പറയുന്നുണ്ട്,
എൻ്റെ മകള് രോഗം പിടിപെട്ട് മരണാസന്നയായിട്ട് കിടക്കുന്നു. തമ്പുരാനെ, എന്നെ രക്ഷിക്കണം, എൻ്റെ മകളെ രക്ഷിക്കണം. അസഹ്യരായ ശിഷ്യന്മാരെ ഈശോയോട് പരാതി പറയുന്നുണ്ട്. അവളെ പറഞ്ഞയച്ചില്ലെങ്കിൽ അവൾ നമുക്കൊരു ശല്യമാണ്. അതുകൊണ്ട് നീ അവളെ എത്രയും വേഗം ഇവിടുന്ന് പറഞ്ഞയക്കണം. ഈശോയുടെ വാക്കുകളിൽ നാം കാണുന്ന ഈ മനോഭാവങ്ങളൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് കാനാൻകാരിയുടെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ ഈ ദിനത്തിൽ സ്വന്തമാക്കാൻ ഈശോ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നായ്ക്കൾക്ക് സമാനം ചെറുതാകാൻ തയ്യാറാകുന്ന ഒരു മനസ്സ്. എൻ്റെ ദൈവമേ, നീ എനിക്ക് നൽകുന്ന രക്ഷ നിന്റെ മാത്രം ദാനമാണെന്നും നിന്റെ ഡിസ്ക്രീഷനാണെന്നും തിരിച്ചറിഞ്ഞ് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ് അവൾ. ഇതേപോലൊരു പ്രാർത്ഥന ഫരിസയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പോയപ്പോൾ ഫരിസയൻ നടത്തുന്നുണ്ട്. അവൻ പറഞ്ഞ വാക്കുകളിൽ അഹങ്കാരം മാത്രമാണ് സ്ഫുരിച്ചത് എന്ന് നമുക്കറിയാം. ഞാൻ കൊലപാതകിയോ കള്ളനോ പിടിച്ചുപറിക്കാരനോ വ്യഭിചാരിയോ ഒന്നുമല്ല. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ നിന്റെ സന്നദ്ധിയിൽ പാപം ചെയ്ത് ജീവിക്കുന്നവനുമല്ല. അവൻ പറഞ്ഞത് പതിരില്ലാത്ത സത്യമാണ്. ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കും, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കും. യഹൂദ മതസംഹിത കൃത്യമായി പുലർത്തുന്ന ഫരിസേയർ കൃത്യമായിട്ട് ദശാംശം കൊടുക്കും, സംശയമൊന്നുമില്ല. പക്ഷേ ദശാംശം കൊടുക്കുന്ന, ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പാപം ചെയ്യാത്ത ഈ മനുഷ്യനെ ദൈവം സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമാണ്, തടയുകയാണ്. നിനക്ക് സ്വർഗമില്ല, കാരണം നീ അഹങ്കാരിയാണ്. നിന്റെ വാക്കിൽ സ്ഫുരിക്കുന്നത് പ്രാർത്ഥനയുടെ എളിമപ്പെടലല്ല, മറിച്ച് അഹങ്കാരത്തിൻ്റെ ബഹുസ്ഫുരണമാണ്. അന്ന് ഫരിസയനോടൊത്ത് ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലെത്തിയ ചുങ്കക്കാരൻ ദേവാലയത്തിൻ്റെ കവാടത്തിൽ നിന്ന് അവിടുത്തെ മുഖത്തേക്കൊന്ന് നോക്കാനുള്ള ധൈര്യം പോലും ചോർന്നു പോയപ്പോൾ അവൻ ഉറക്കെ വിളിച്ചു പറയുന്നത്, കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ എന്നും മാത്രമാണ്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവൻ ഈ ചുങ്കക്കാരനേക്കാൾ, ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങിയെന്നാണ്. കാനാൻകാരി താൻ നായ്ക്ക് തുല്യം ചെറുതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ താൻ കഴിച്ചുകൊള്ളാം, അങ്ങനെ കഴിക്കാൻ മാത്രം, എച്ചിൽ നിന്ന് ജീവിക്കാൻ മാത്രം ഞാൻ ചെറുതാണ് എന്ന് അവൾ ഉറക്കെ പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. മകളെ, നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ മകൾക്ക് സംഭവിക്കട്ടെ. രോഗസൗഖ്യം നേടിയിട്ട് ഈ മകള് മടങ്ങി വരിക. തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് രോഗാതുരയായിട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് വെളിപ്പെടുത്തി കെട്ടിയ വലിയ സന്തോഷത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി അവൾ മടങ്ങുമ്പോൾ അവളുടെ കുഞ്ഞ് സൗഖ്യമുള്ളവളായി കട്ടിലിൽ കിടക്കുന്നത് അവൾ കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് തമ്പുരാൻ്റെ എളിമയുടെ ഭാവത്തിൻ്റെ മുദ്രകളാണ്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കണ്ണുനീര് കൊണ്ട് ആശ്വസിപ്പിക്കുന്നു, അവൻ്റെ പാദങ്ങളിൽ ചുംബിക്കുന്നു, അവൻ്റെ കാലുകൾ കഴുകി ശുചിയാക്കുന്ന നല്ല ദൈവത്തെ നമ്മൾ എളിമപ്പെടലിൻ്റെ മാതൃകയായിട്ട് കാണുന്നു. ദൈവം പോലും ചെറുതാകാൻ തയ്യാറായെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഞെളിയുന്നത് എന്ത് അഹങ്കാരത്തിൻ്റെ പേരിൽ.
പ്രാർത്ഥിച്ചിട്ടില്ല നിങ്ങളെന്നാണ് ഈശോ ഒരിക്കൽ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുന്നവൻ തുറന്നു. ഇത് പ്രത്യാശയുടെ തീരത്തേക്കുള്ള ക്ഷണമാകുന്നത്. ദൈവത്തിന് അനുഗ്രഹത്തിൻ്റെ ശാന്തി തീരങ്ങളിലൂടെ അവൻ്റെ കൃപയുടെ മകളായി നീങ്ങാൻ ദൈവം തരുന്ന ഉൾവിളിയാണ് ഈ തിരുനാൾ. ഈ വലിയ സന്തോഷം നമുക്കേറ്റാം. കാനാൻകാരുടെ വിശ്വാസത്തിൻ്റെ ആർദ്രത നമുക്കേറ്റാം. ആഴവും പരപ്പുമുള്ള അവിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് നാം ഒന്ന് ചേർന്ന് നിന്ന് അവളെ പോലെ എളിമയുടെ യാത്ര ചെയ്യാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമ്മിൽ അത്ഭുതങ്ങൾ തോന്നും. ദൈവം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ദേശത്ത് അനുഗ്രഹത്തിൻ്റെ മറുവാക്കായി മാറും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ദിനം നമുക്ക് നൽകുന്നത് എളിമപ്പെടാനും ചെറുതാകാനുമുള്ള വിളിയാണ്. മാർപ്പാപ്പമാര് ചാക്രിക ലേഖനങ്ങളിൽ സ്വയം വിശേഷിപ്പിക്കുന്നത് സെർവോരും ദൈ എന്നാണ്. ദാസന്മാരുടെ ദാസൻ. മറ്റ് വ്യക്തികളെക്കാലത്ത് ചെറിയവനാണ് ഞാൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ആ പദവിയുടെ ഗൗരവം പോലും മറന്ന് ദൈവസന്നിധിയിൽ എളിമപ്പെടുകയാണ് ഈ മനുഷ്യൻ, ഈ സ്ത്രീ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൻ്റെ പുണ്യമായി നന്മയായി ഏറ്റെടുക്കാൻ കാത്തിരിക്കാം. ഈശ്വരഎല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിശ്വസിക്കായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാമത്തിൽ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.